ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل أئنكم لتكفرون بالذي خلق الأرض في يومين وتجعلون له أندادا ذلك رب العالمين ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചില കടമകളും ചില ഉത്തരവാദിത്തങ്ങളും ചില ബാധ്യതകളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരൊക്കെ നിർവഹിക്കേണ്ട നിർബന്ധമായ ചില ബാധ്യതകൾ. ഇതിൽ ഒന്നാമത്തെ ബാധ്യത ഈ ഭൂമി എന്ന മഹത്തായ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കണം. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂനഹു അൻദാദാ. 2 ദിവസങ്ങളിലായി ഈ ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയും അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുകയുമാണോ? 2 ദിവസങ്ങളിലായി ഭൂമിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ നിഷേധിക്കുകയും ആ സൃഷ്ടാവിൽ നിങ്ങൾ പങ്കു ചേർക്കുകയുമാണോ? ذَلِكَ رَبُّ الْعَالَمِينَ. അവൻ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവാണ്. മാത്രമല്ല വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ ബിഅഖ്വാതഹാ. അവൻ 4 ദിവസങ്ങളിലായി ഭൂമിയെ ശരിപ്പെടുത്തുകയും
വബാറക ഫീഹാ, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഭൂമിയെ നിറക്കുകയും മറ്റൊരു ഗ്രഹങ്ങളിലില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ധന്യമാക്കി. വഖദ്ദറ ഫീഹാ അഖ്വാതഹ, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊടുത്തു, ഉപജീവനം നടത്തുവാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു ഒരുക്കി. സവാഅൽ ലിസ്സായിലീൻ, ആവശ്യക്കാരായ ആളുകൾക്ക് മതിയാവോളം ഈ ഭൂമിയിലുണ്ട്. ആ നിലക്ക് ഈ ഭൂമി നമുക്ക് സംവിധാനിച്ചു തന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർക്കുകയും അവനിൽ പങ്കുകാരെ ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭൂമി ഈ രൂപത്തിൽ നമുക്ക് സംവിധാനിച്ചു തന്ന അള്ളാഹുവിന് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർക്കുകയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് ഭൂമിയിൽ മനുഷ്യൻ നിർവഹിക്കേണ്ട കടമകളിൽ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒന്നുകൂടി വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല, അഥവാ വിളി മൊത്തത്തിലുള്ള മനുഷ്യ സമൂഹത്തോടാണ്, മനുഷ്യരോട് മുഴുവൻ. എന്താണ് അള്ളാഹു മനുഷ്യരെ വിളിച്ചിട്ട് പറയുന്നത്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരാധന അർത്ഥം വെക്കാറുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പരിപൂർണമായ കീഴ്വണക്കത്തോടുകൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളെ അനുസരിക്കുകയും അവൻ വിലക്കിയിട്ടുള്ള വിലക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഇബാദത്ത് ആരുടെ പാടുള്ളൂ? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. ആരാ റബ്ബ്? ആ റബ്ബിന് ചില ക്വാളിറ്റികളുണ്ട്. ഒന്ന്, റബ്ബ് ആരായിരിക്കണം? റബ്ബ് അൽ ഖാലിഖ് പോരാ, അൽ മാലിക് പോരാ, അൽ മുദബ്ബിർ. അപ്പൊ റബ്ബ് ആരായിരിക്കണം? റബ്ബ് ഖാലിഖാകണം, മാലിക്കാകണം, മുദബ്ബിറാകണം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സൃഷ്ടിച്ചവനാകണം. മാലിക് എന്ന് പറഞ്ഞാലോ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. മുദബ്ബിർ എന്ന് പറഞ്ഞാലോ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇപ്പോ ചില വിവരം കെട്ട ആളുകളൊക്കെ പറയാറുണ്ട്, ഇവിടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് ചില ഷെയ്ഖുമാരാണെന്ന്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ തന്നെ പോയില്ല ഈമാൻ. കൂട്ടരെ, അങ്ങനെ ഈ മുദബ്ബിർ എന്നുള്ള ഒരു സവിശേഷത അത് ഏതെങ്കിലും സൃഷ്ടികൾക്ക് ചാർത്തി കൊടുത്ത പിന്നെ ആ സൃഷ്ടിയോടാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പോ റബ്ബ് ആരാണ്? ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. ശരി, എന്തുകൊണ്ട് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം? എന്തുകൊണ്ട്? അത് അല്ലാഹ് വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഞാൻ ആദ്യമായി പറഞ്ഞു, മനുഷ്യൻ ഈ ലോകത്ത് നിർവഹിക്കുന്ന കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനല്ല, മുസ്ലിമല്ല, മനുഷ്യൻ. എന്തുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യണം? അല്ലദീ ഖലഖക്കും, നിങ്ങൾ അവനാണ് സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ എന്നെ സൃഷ്ടിച്ചത് ഞാനാണെന്ന്? ഇല്ല. ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ, ഒരുപാട് ദൈവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുണ്ട്.
മരിച്ചവർ പോട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുടെ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നെ സൃഷ്ടിച്ചത് ഞാനാണ്? അല്ല. ഇനിയോ? അപ്പൊ അല്ലദീ ഖലഖക്കും, നിങ്ങൾ സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. ഇനിയോ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ്. ഈ കാരണങ്ങളാൽ ഇബാദത്ത് അല്ലാഹ്, ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ഇബാദത്ത് റബ്ബിനാകാൻ നിശ്ചയിച്ചു. അപ്പോ ഇങ്ങനെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാം, അത് ചെയ്യണം. അങ്ങനെ ഇബാദത്ത് ചെയ്താലോ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് മനുഷ്യന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം പോക്കാം. അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ബോർഡിംഗ് പാസ്സാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞതാണ്. ശരി, അപ്പൊ നോക്കൂ, എന്തുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കണം, എന്തുകൊണ്ട് അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് ഉത്തരവ് പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകില്ലേ? ഇതൊന്നും പോരെ? അവ ചോദിക്കാൻ, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാ കേട്ടോ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. അല്ലദീ ജഅല, എന്താ വരികൾ ആലോചിക്കാൻ? അള്ളാഹിനെ പരിചയപ്പെടുത്തരുത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹുക്മ് പറഞ്ഞ അതിന്റെ സബബും പറയും. ശരിക്കും മനസ്സിലായിക്കൊള്ളു. അള്ളാഹു ഒരു ഹുക്മ് പറഞ്ഞാൽ അതിന്റെ സബബ്, ഹുക്മ് എന്ന് പറഞ്ഞാൽ ഒരു വിധി. ആ വിധി പറയുമ്പോൾ അതിന്റെ സബബ് പറയും, കാരണം. ഉദാഹരണം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഒരു ഹുക്മാണ്, ഒരു വിധിയാണ്. എന്തുകൊണ്ട് നമസ്കരിക്കണം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഫഹ്ശാഇൽ നിന്നും മുൻകറിൽ നിന്നും നമസ്കാരം നിങ്ങൾ തടയും. അപ്പൊ അതിന്റെ സബബ് അതാണ്. ഇവിടെ എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതിന്റെ സബബാണ് പോയി പറയുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ ഒരു വിരിപ്പ് പോലെ നിങ്ങൾക്ക് ആക്കി തന്നു. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു എടുപ്പ് പോലെ. വഅൻസല മിനസ് സമാഇ മാഅൻ, ആ സമാഇൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് അവൻ ഇറക്കി തന്നു മാഅൻ, വെള്ളം. ഫഅഖ്റജ ബിഹി, എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് അവൻ ഉൽപാദിപ്പിച്ചു മിനസ് സമറാത്തി, കായ്കനികളെ. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖായി. എന്നിട്ട് അല്ലാഹു പറയാ ഫലാ തജഅലു ലില്ലാഹി അൻദാദാ, അതുകൊണ്ട് അല്ലാഹുവിൽ നിങ്ങൾ ഒരിക്കലും പങ്കുകാരെ വെക്കരുത് കേട്ടോ. വഅൻതും തഅലമു, ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ? യാ സലാം. അപ്പൊ അല്ലാഹു ഇങ്ങനെ എണ്ണി പറയാം. ഒന്ന് ഫിറാഷ്, ഭൂമി നിങ്ങൾക്ക് ഫിറാഷാക്കി, വിരിപ്പാക്കി. നോക്കൂ, ഈ ഭൂമി ഞാനാണ് സൃഷ്ടിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. പോട്ടെ, ഈ ഭൂമി പോട്ടെ, ഒരു പിടി മണ്ണ് ആരെങ്കിലും സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ച സഹോദരന്മാരെ ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. ആർക്കും മനസ്സിലാവൂലേ? ഇനി അതെങ്ങനെ സംവിധാനിച്ച ഭൂമി? ഫിറാശൻ, വിരിപ്പ് പോലെ. നമുക്ക് കിടക്കാനും നമുക്ക് ഇരിക്കാനും നമുക്ക് ഉറങ്ങാനും നമുക്ക് വിശ്രമിക്കാനും നമുക്ക് കൃഷി ചെയ്യാനും ഒക്കെ പാകമാക്കി ഭൂമിയെ. നമ്മൾ എങ്ങനെയാണോ ഒരു വിരിപ്പിൽ പോയി കിടക്കുന്നത് അതുപോലെ. ഭൂമിയെ കുറിച്ച് അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നത് അറിയോ? ജഅല ലക്കുമുൽ അർള മഹ്ദാ എന്നാ പറയുന്നത്. നമ്മളോട് പറയാൻ, മനുഷ്യരെ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു മഹ്ദാക്കി തന്നില്ലേ എന്നാ. മഹ്ദ് പറഞ്ഞാ, മഹ്ദ് നമ്മുടെ ഉമ്മമാരൊക്കെ കുട്ടികളെ കിടത്തി ഉറക്കാൻ വേണ്ടി ഒരുക്കുന്ന തൊട്ടിലാണ് മഹ്ദ്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ എത്ര സൂക്ഷ്മമായിട്ടാണ് തന്റെ കുട്ടിയെ ആ തൊട്ടിൽ കിടത്തി ഉറക്കുന്നത്. അതുപോലെ അള്ളാഹു ഈ ഭൂമിയെ നമുക്ക് ആക്കി തന്നു. മറ്റൊരു അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ. അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് ശരിപ്പെടുത്തി തന്നവൻ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നവൻ.
എന്നിട്ട് അള്ളാഹ് ചോദിക്കണം, ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാകാത്ത ആളോട് ചോദിക്കാം, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ്. എടാ മനുഷ്യ, ഒന്ന് ചിന്തിച്ചോ കടങ്ങി, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നില്ലേ, സൗകര്യപ്പെടുത്തി തന്നില്ലേ? ഇങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനല്ലേ ഇബാദത്ത് ചെയ്യേണ്ടത്? റബ്ബക്കും. പിന്നെ പറഞ്ഞു വസ്സമാ ബിനാഅൻ, ഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇവനെ ഇബാദത്ത് ചെയ്യാൻ തോന്നില്ലേ? അത് പോരാ എന്നാ കേട്ടോ, വസ്സമാ ബിനാഅൻ, ആകാശത്തിൽ നിങ്ങൾക്കൊരു എടുപ്പാക്കി അല്ലേ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ. എന്തൊരു കെട്ടുറപ്പുള്ള, എന്തൊരു ഭദ്രതയുള്ള ബിൽഡിംഗാണ് ആകാശം അല്ലെ? നിങ്ങൾക്ക് ഈ ആകാശം ഇടിഞ്ഞു വീഴോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും പേടിയുണ്ടോ? എന്താ കാരണം? അല്ലാഹു പറഞ്ഞു ഖലഖസ് സമാവാതി വൽ അർള ബിഗൈരി അമദിൻ തറൗനഹാ. ആകാശത്തിന് തൂണുണ്ടോ? തൂണുണ്ട്. ഫില്ലറുണ്ടോ? ഫില്ലറുണ്ട്. ഉണ്ട് സഹോദരന്മാരെ, ഒക്കെ ഉണ്ട്. തൂണും ഫില്ലറും ബീമും ഒക്കെ ഉണ്ട്. പക്ഷേ ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അതിശക്തമായ തൂണുകളെ കൊണ്ടും ഫില്ലറുകളെ കൊണ്ടും പിന്നെ ഭീമുകളെ കൊണ്ടും അള്ളാഹ് അങ്ങനെ തടഞ്ഞു നിർത്തിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കാതെ കടന്നുറങ്ങുന്നത്. മാത്രമല്ല ഭൂമിയിലേക്ക് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തെ പിടിച്ചു നിർത്തിക്കാണ്. ആകാശത്തെ അവൻ നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കിയതാണ്. വളരെ മാരകമായ, മുകളിൽ നിന്ന് വരുന്ന വളരെ മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ എത്തുന്നില്ലല്ലോ ഭൂമിയിൽ. ഒരു സുരക്ഷിത മേഖലയാക്കി. ഇതൊക്കെ പോരെ എന്തിന്? റബ്ബിനെ ആരാധിക്കാൻ. ഇനി പോരെങ്കിൽ മൂന്നാമത്തെ കേട്ടോ, ആകാശത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് മഴ വർഷിച്ചു. വെള്ളം അല്ലെ? ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന അടിസ്ഥാനം എന്താ? വെള്ളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ അടിസ്ഥാനം വെള്ളം. എവിടുന്ന് കിട്ടും? ആകാശത്ത്. നിങ്ങൾക്ക് റിസ്ഖായിട്ട് അല്ലാഹു, യാ സലാം, നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഇത് ചിന്തിക്കണം. നമ്മൾ മനുഷ്യൻ ചിന്തിക്കണില്ല. നമ്മൾ ഒരു പച്ചക്കറി കട ചെന്ന് നോക്കുകയാണെങ്കിൽ ആ പച്ചക്കറി കടയിൽ വിവിധ വ്യത്യസ്ത രൂപത്തിലുള്ള വൈറ്റമിൻസ് ഉള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള പ്രോട്ടീൻസ് ഉള്ള, വ്യത്യസ്തമായ കളറുകളുള്ള, വ്യത്യസ്തമായ രുചികളുള്ള പച്ചക്കറികൾ അല്ലേ? എല്ലാം ഒരേ മണ്ണിൽ, ഒരേ വെള്ളം. യാ സലാം. വേറെ മണ്ണ? തക്കാളിക്ക് വേറെ മണ്ണും ഉള്ളിക്ക് വേറെ മണ്ണും അല്ല, ഒക്കെ ഒരേ മണ്ണല്ലേ, ഒരേ വെള്ളം. പക്ഷെ രുചി വ്യത്യസ്തം, പ്രോട്ടീൻ വ്യത്യസ്തം, കളർ വ്യത്യസ്തം. സുബ്ഹാനല്ലാഹ്. ഇനി ഫ്രൂട്ട്സോ? ഫ്രൂട്ട്സിന്റെ കടയിൽ ചെന്നിട്ട് നോക്കാൻ ഇപ്പൊ എന്തൊക്കെ തരം ഫ്രൂട്ട്സ് ആകുന്നത്? യാ സലാം. വ്യത്യസ്തമായ കളർ, വ്യത്യസ്തമായ രുചി, ചിലത് മധുരം, ചിലത് ചവർപ്പ്, ചിലത് കയ്പ്. റിസ്ഖലക്കും, എല്ലാം നിങ്ങൾക്ക് റിസ്ഖായി. എല്ലാവർക്കും കൊടുക്കും അല്ലാഹ്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും അള്ളാഹുവിന് വഴിപ്പെടാത്തവർക്കും. എന്താ റിസ്ക് എന്നാൽ? റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്, അതാണ് റിസ്ക്. എന്റെ പോക്കറ്റിലുള്ള, എന്റെ പേഴ്സിലുള്ള കാശ് റിസ്ക് അല്ല. എന്റെ ബാങ്കിലുള്ള അക്കൗണ്ട്, അതിൽ കുറച്ച് കാശിന് അത് റിസ്ക് അല്ല. മറിച്ച് എനിക്ക് ഉപകാരപ്പെടണം. കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് ഹിയ റിസ്ക്. അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്തൊക്കെ റിസ്ഖ, അതെനിക്ക് ഉപകാരപ്പെടണം. അപ്പൊ ഈ റിസ്ക് വന്നു. എവിടുന്ന്? എവിടുന്നാ വരുന്നത് റിസ്ക്? നമുക്കുള്ള ഉപജീവനം എവിടുന്നാ വരുന്നത്? ആകാശത്ത് നിന്ന്. എന്നിട്ട് അല്ലാഹു പറയാം, അതുകൊണ്ട് ഫലാ തജഅലു ലില്ലാഹി അൻദാദാ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് മാത്രമല്ല, ഈ കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരുണ്ടാക്കരുത് കേട്ടോ. എന്താ ചോദ്യം അല്ലേ സഹോദരന്മാരെ? ഇതാണ് ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത.
അവസാനം ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാ അല്ലാഹ് ഫലാ തജഅലൂ ലില്ലാഹി അന്താദാ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിയില്ല. വഅൻതും തഅലമുൻ, ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും ആകാശത്തെ സംവിധാനിച്ചതും ഭൂമിയെ പരത്തിയതും മഴ വർഷിപ്പിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്കറിയില്ല ആരാന്നുള്ളത്. പിന്നെന്തിനാ കൂട്ടരെ നിങ്ങൾ വേറെ ആളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? പിന്നെന്തിനാ അള്ളാഹുവിനോട് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? പിന്നെന്തിനാ അള്ളാഹുവിനോട് തേടുന്നത് പോലെ മറ്റുള്ള ആളുകളോട് തേടുന്നത്? എല്ലാവർക്കും മനസ്സിലാവൂലേ? അള്ളാഹു വളരെ കൃത്യമായിട്ടാണ് സഹോദരന്മാരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസിയായ നമ്മെ സംബന്ധിച്ച്, മനുഷ്യരുടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യലാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദആനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ. യഥാർത്ഥത്തിൽ സ്വന്തം മനസ്സാക്ഷിയോട് വഞ്ചന കാണിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യന് വല്ല ആപത്തും ബാധിച്ചാൽ അവൻ ആരോടാ പ്രാർത്ഥിക്കുക? അവൻ നിന്നിട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ പ്രാർത്ഥിക്കും. ആരോട്? അല്ലാഹുവോട് അല്ലേ? നോക്കൂ, നിങ്ങൾ മനസ്സ് വഞ്ചന ചെയ്യാത്ത മനസ്സാണെങ്കിൽ, അപ്പോ സഹോദരന്മാർ എല്ലാവരുടെ ഫിത്രത്തിലും ഇതുണ്ട്. ഇപ്പോ നോക്കൂ, നിങ്ങൾ ഒരു നല്ലൊരു മന്ത്രവാദി, ഒരുപാട് ആളുകളെ സുഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രവാദി, ഈ മന്ത്രവാദിയുടെ കുട്ടിക്ക് ഒരു പനി വന്ന എന്താ ചെയ്യാ? നല്ല ഹോസ്പിറ്റലിൽ പോകും. അപ്പോ അങ്ങനെ ഒരു ഫിത്രത്ത് മനസ്സിലുണ്ട്. എത്ര വലിയ നിരീശ്വരവാദികളാണെങ്കിലും അയാളുടെ നോട്ടം ഒന്ന് മേപ്പോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക, ആ റബ്ബിനോട് മാത്രം ഇസ്തിഗാസ നടത്തുക. ഇതാണ് ഭൂമിയിൽ മനുഷ്യൻ നിർവഹിക്കുന്ന കടപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നേരെ മറിച്ച് നമ്മൾ ആലോചിച്ചു, ഇതൊക്കെ നമുക്ക് ഒരുക്കി തന്നില്ലേ? ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ മഴ വർഷിപ്പിക്കുന്നത് ഞാനാണെന്നുള്ളത്? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇല്ലല്ലോ. ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ കഴിയും? ഇവിടെ ഒരു കൊതുകിനെ പോലും സൃഷ്ടിക്കാൻ കഴിയും? ഇവിടെ കുറെ ആൾ ദൈവങ്ങളുണ്ടല്ലോ, മരണപ്പെട്ടു പോയ ചില ആളുകളുണ്ടല്ലോ, ഇപ്പോഴും അവകാശപ്പെടുന്ന ചില ആളുകൾ. ഞാൻ നാളെ സംഭവം കണ്ടിട്ട് ചിരിച്ചുപോയി അറിയാതെ. ഒരു ഷെയ്ഖിനെ പറ്റി പറയാം. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതൊക്കെയല്ലേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ ഏതാ മുരീദ് പോട്ടെ, അയാൾ മക്കയിൽ പോയി നോക്കുമ്പോൾ അന്ന് ഭയങ്കര തിരക്കാത്ത ഭയങ്കര തിരക്ക് എന്നാ പറഞ്ഞു. ഇയാൾക്കാണെങ്കിലോ പിന്നെ ഹജർ അസ്വദ് മുത്തണം കയ്യിലോ. അപ്പൊ അയാൾ ഇവിടുന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ ഭവനം നിർമ്മിച്ചത്? ആ സമയത്ത് ഇയാൾക്ക് കഅബ ഈ ഹജർ അസ്വദ് മുത്താൻ ഒരു ചാൻസും കാണാനില്ല, ഭയങ്കര തിരക്ക്. അപ്പൊ അയാള് ഒരു ഷെയ്ഖിന്റെ പേരിൽ 10 ഫാത്തിഹ ഓതിയതാണ്. 10 ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ വന്നു. എന്നിട്ട് നമുക്ക് ഉംറക്ക് പോയ ആൾക്കറിയാം, ആ ഹജറുൽ അസ്വദിന്റെ അവിടെ 2 പോലീസുകാരുണ്ടാവും, പാറാവുകാര്. ആ പോലീസുകാരനോട് ചെന്ന് പറഞ്ഞു, അത്രേ കേരളത്തിൽ ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട്. ഓരിക്കെന്ത് ഷെയ്ഖ് സഹോദരന്മാരെ! ഇങ്ങനെ ഈ കോലത്തിൽ പാവപ്പെട്ട ആളുകളുടെ ആത്മീയത ചൂഷണം ചെയ്യാൻ. എന്നിട്ട് സംസാരിച്ചു വെക്കുന്നുണ്ട് ഈ മനുഷ്യൻ. 10 മിനിറ്റ് നിങ്ങൾ കേട്ടോളി കൂട്ടരെ. ഇവിടെ ജനങ്ങളെ യഥാർത്ഥ ദിശയിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാരാ പറയുന്നത്. 10 മിനിറ്റ് നേരം ഈ മനുഷ്യൻ ഹജറുൽ അസ്വദിന്റെ മോത്തിങ്ങനെ വെച്ചു. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് തീരെ തിരക്കില്ലാത്ത സമയത്തൊക്കെ അവിടെ പോകാൻ എനിക്ക് ചാൻസ് കിട്ടിയിരുന്നു. തീരെ തിരക്കില്ലാത്ത റമദാൻ മാസം കഴിഞ്ഞാൽ തീരെ തിരക്കുണ്ടാവില്ല. ആ സമയത്ത് ലൈനായിട്ട് നിന്നിട്ട് മുത്തലുണ്ട്. പക്ഷേ ഒരു 1/2 മിനിറ്റൊക്കെ കൂട്ടരെ കിട്ടുള്ളൂ. 1/2 മിനിറ്റ്, എത്ര തിരക്കില്ലെങ്കിലും. എന്നിട്ട് 10 മിനിറ്റൊക്കെ ഈ മനുഷ്യന് ഹജറുൽ അസ്വദ് അതിന്റെ മുഖത്തിങ്ങനെ മുത്തി നിൽക്കാൻ, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഇതൊക്കെ മനുഷ്യരെ, ഈ മനുഷ്യന്മാരെ യഥാർത്ഥ വിശ്വാസത്തിന് അകറ്റുകയാണ്. നമ്മൾ അങ്ങനെ ആകരുത് സഹോദരന്മാരെ.
അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം വേറെയാണ്. അതുകൊണ്ട് വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരൊറ്റ അതന്നെ അള്ള പോരെ നിങ്ങൾക്ക് കൂട്ടരെ, അള്ള പോരെ, എല്ലാം ഒരുക്കി തന്ന അള്ള പോരെ. അള്ള ആവശ്യപ്പെടുന്ന അതന്നെ ഉള്ളൂ. എന്ത്? എല്ലാം നമുക്ക് ഒരുക്കി തന്ന അള്ളാഹു ആവശ്യപ്പെടുന്നത് ഇബാദത്തുകൾ റബ്ബിന് കൊടുക്കണം, അത്രേ ഉള്ളൂ. നേരെ മറിച്ചാണെങ്കിലോ അത് ശിർക്കായി. ആ ശിർക്കുമായി പോയാലോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായത്തേട്ടങ്ങളും നമ്മുടെ ഇസ്തിഹാസവും റബ്ബിനോട് നേരെ റബ്ബിനോട് മാത്രമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസൈക്കും സാലിം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, 2 ദിവസങ്ങളിലായി 2 ജനാസയിൽ 2 മയ്യിത്ത് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചു. അടുത്തടുത്ത 2 ദിവസം, ഒന്ന് ഒരു കുടുംബ സുഹൃത്ത്, മറ്റൊന്ന് ആദർശ ബന്ധുവാണ്. നമ്മളൊക്കെ പലപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഓർക്കാറുള്ളത്. പിന്നെ അതങ്ങ് മറന്നുപോകും. അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? നിങ്ങൾ മരണചിന്ത അത് വർദ്ധിപ്പിക്കണമെന്നാണ്. അക്സിറൂ ദിക്റ ഹാദിമില്ലദാത്ത്. മരിക്കുമെന്ന ചിന്ത അത് വർദ്ധിപ്പിക്കണം. എപ്പോഴും ആ ചിന്തയാണ് നിങ്ങളിൽ വളർന്നു വരേണ്ടത്, വർദ്ധിച്ചു വരേണ്ടത്. നമ്മൾ ആലോചിച്ചു, ഒരു മയ്യത്ത് കബറടക്കിയപ്പോൾ ഒരുപാട് ആളുകൾ വന്നല്ലോ. ഒരുപാട് ആളുകൾ, ഒരുപാട് വിലപിടിപ്പുള്ള വാഹനങ്ങൾ വന്നു, വലിയ സൗകര്യങ്ങളുള്ള ആളുകളാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരെല്ലാവരും വന്ന് ഈ 3 പടി മണ്ണ് വാരിട്ടാൽ തിരിച്ചു പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഖബറിൽ ഈ മനുഷ്യ ഒറ്റക്കാണല്ലോ. അതൊക്കെ നമുക്ക് അറിയാം. ആ ഒറ്റക്ക് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുക അതും അറിയാം, അല്ലേ? അദ്ദേഹത്തിൻ്റെ അമല് മാത്രം. ഞാൻ പറഞ്ഞു വന്ന സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പോക്ക് നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചല്ല, നമ്മുടെ മരണത്തെക്കുറിച്ച്. ഇപ്പോൾ എൻ്റെ ആ ബന്ധു മരണപ്പെട്ടതിൻ്റെ, അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഏക മകൻ, ഒരൊറ്റ മകനുള്ളൂ. ആ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കണം, പെട്ടെന്ന് മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് മാരകമായ ഒരു രോഗം പിടിപെട്ടു, അദ്ദേഹം മരിച്ചു. അപ്പം മരിക്കനെ കുറിച്ച് ആരും പേടിക്കണ്ട. പക്ഷേ എങ്ങനെ മരിക്കണം എന്നുള്ളതാണ്, അതാണ് വിഷയം. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്, ഇപ്പോൾ ഒരു മനുഷ്യൻ പറയണ്ടായി, നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് സമയത്തും മരണത്തിന് തയ്യാറാകണമെന്നാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, ജീവിക്കാൻ ആഗ്രഹമല്ലേ? ഇപ്പോൾ ചില വീടുകളൊക്കെ കണ്ടാൽ എന്താ വീടിൻ്റെയൊക്കെ ഭംഗി, വീട്ടിലൊക്കെ 4 പുറം ലൈറ്റ്, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ യഥാർത്ഥ വീടല്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കേണ്ടത് എവിടെ? നമ്മുടെ ഖബറിലാണ്. ഖബറിൽ പ്രകാശം വേണം. ഖബറിൽ പ്രകാശം വരുത്തുന്നത് ഇങ്ങനെ, നല്ല മനുഷ്യനാണെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ മയ്യത്ത് മറവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. പക്ഷേ അവിടെ കണ്ട ചില ഒരു വിഷമിക്കുന്ന രൂപത്തിലുള്ളൊരു കാഴ്ച, അതായത് ഈ നാട്ടിലുണ്ടോയെന്നറിയില്ല, മയ്യത്ത് ഖബറിൽ വെച്ച ഉടനെ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ പാരായണം ചെയ്യും. ഇതിപ്പോൾ അടുത്ത് തുടങ്ങിയ പുതിയ ബിദ്അത്താണ്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്,
സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷയെ ലഘൂകരിക്കുന്നതാണ് അല്ലേ? ഇന്ന ഫിൽ ഖുർആനി സൂറത്തുൻ 30 ആയ ശഫഅത്തിൽ ലിറജുലിൻ ഹത്താ ഗുഫറ ലഹു. അതൊക്കെ ഹദീസാണ്. അത് എപ്പോഴാണ്? അത് ജീവിച്ചിരിക്കുമ്പോഴാണ് പാരായണം ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ പതിവാക്കിയാൽ അവന് ഖബർ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുന്ന. എന്നിട്ട് ഖബറിൽ വെച്ച് മൂടുകലൊക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചെല്ലുകയാണ് ഈ സൂറത്തുൽ മുൽക്ക്. സാധുമാർ ഒരടിസ്ഥാനമില്ല. അതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. മറിച്ച് അതൊക്കെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് പാരായണം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറേ മരണവുമായി ബന്ധപ്പെട്ട കുറേ അനാചാരങ്ങൾ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമുക്കൊക്കെ പോകണം. ഒരു തിരിച്ചുപോക്ക് നമുക്ക് കണ്ട്. നമ്മളൊക്കെ പ്രവാസികളാണ് അല്ലേ? ഏത് സമയവും പോകും. ഏത് സമയവും നമ്മുടെ കഫീല് ഹുറൂജടിക്കും. എപ്പോഴാ കഫീലിന് തോന്നിച്ച് അപ്പടിക്കും. ചോദ്യം ചെയ്യാൻ നിർത്തിയില്ല. പോകുമ്പോൾ എന്ത് വേണം? നല്ല രൂപത്തിൽ പോകണം. എങ്ങനെ പോകാൻ നല്ല രൂപത്തിൽ? മരിക്കുന്ന സമയത്ത് കലിമത്ത് ഷഹാദ ചൊല്ലാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സജീവമായി എല്ലാ വക്കത്തിലും വന്നിലും നമ്മൾ ഹൈദൂർക്ക വളരെ പ്രയാസപ്പെടുന്ന രോഗത്തിലാണ്. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ആശുപത്രിയിലാണ്. ഇന്നലെ സുഹൃത്ത് പറഞ്ഞത് ഉച്ചത്തില്ല ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം എല്ലാ വക്കത്തിലും ഇവിടെ എത്തിയിരുന്ന ആളാണ്. ഇന്ന് വളരെ പ്രയാസത്തിലാണ്. എല്ലാവരും ദുആ ചെയ്യണം, അദ്ദേഹത്തിന് ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഖൈറെങ്കിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് അദ്ദേഹത്തിന് ഖൈറെങ്കിൽ ആ ഖൈറ് അത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു തിരിച്ചുപോക്കിൽ കാത്തിരിക്കേണ്ടതാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് പോകണം. അതിനടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് തൗഹീദാണ്. കറ കളഞ്ഞ തൗഹീദ്. ആ കറ കളഞ്ഞ തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയുള്ളൂ. അല്ലാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരുപാട് സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد.